ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പൊ ഇന്ന് സുഖമൊന്നുമില്ല കേട്ടോ, എനിക്ക് സുഖമൊന്നുമില്ല, വയ്യായിയാണ്. അപ്പൊ അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. വ്ളോഗായിട്ട് ചെയ്യണം എന്നൊക്കെ കരുതിട്ടോ. അപ്പൊ 2-3 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാന്ന് കരുതി മനസ്സിലുണ്ട്. അപ്പൊ മറന്നു പോവും. അപ്പൊ മറന്നു പോകും പറഞ്ഞാല് എപ്പോഴും പറയലുണ്ട്, അപ്പൊ അത് മറന്നു പോവാണ്. അപ്പൊ എന്താ മക്കളെ, തമ്പനിയിൽ കണ്ടോക്കൂലേ ഞങ്ങള്? അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണേ, കാക്കൂനല്ല കേട്ടോ, നാത്തൂന്റെ കുട്ടിക്കാണ്. എന്താ വെച്ചാല് തമ്പനെ കാണുമ്പോ എല്ലാരും കയറിയൊക്കെ കണ്ട് നമ്മൾ തമ്പനെ കണ്ട് നിങ്ങൾ അങ്ങനെ വല്ലാതെ വിലയിരുത്തണ്ട കേട്ടോ. എല്ലാരും കാണാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ തമ്പനെയൊക്കെ കൊടുക്കണത്. അപ്പൊ എന്താ വെച്ചാ എല്ലാരും കേറി കാണണ്ടേ വെച്ചാല് എന്താ, ഇതിപ്പോ എല്ലാരും അറിഞ്ഞാലല്ലേ നമ്മക്കിപ്പോ അതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പുതിയണ്ണുണ്ടെങ്കിൽ പറയോണ്ടിട്ടോ. കൊറേ ദിവസമായി നാത്തൂന് ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട്. അപ്പൊ വീഡിയോ ചെയ്യുമ്പോ പറയോണ്ടിന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പറയാനും ഞാൻ മറന്നു പോട്ടെ. ഇന്നിപ്പോ ഞാൻ വ്ളോഗ് എടുക്കാനും വേണ്ടി കണ്ടേ ഇങ്ങനെ തിരിഞ്ഞപ്പോ തല കറങ്ങട്ടോ, പ്രഷറൊക്കെ ഇങ്ങനെ കുറയുണ്ട് തോന്നുന്നു. അപ്പൊ ഞാന് എന്താ ചെയ്തു, ഋതുവിനോട് പറഞ്ഞു വീഡിയോ എടുക്കണല്ലോ ഇടാ പറഞ്ഞപ്പോ അമ്മായി പറഞ്ഞ നിങ്ങൾ പറഞ്ഞ അമ്മ ചോദിച്ചപ്പോഴാ ഓർമ്മ വന്ന കേട്ടോ. അപ്പൊ നല്ല കുട്ടികളുണ്ട് പറയണ്ടിട്ടോ. അപ്പൊ എന്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ മക്കളെ, അപ്പൊ അതില് വിളിച്ചാ മതി. നമുക്ക് അതിന് നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആലോചിച്ചപ്പം കുട്ടികളൊന്നും കിട്ടാലല്ലേ. കുറേ ആളുകള് ഞാൻ അങ്ങോട്ട് ചോദിക്കൂട്ടോ, നമ്മളെ പെണ്ണിന്റെ കാര്യത്തിന് എല്ലാവരും വിളിക്കുമ്പോഴേ ഞാൻ അങ്ങോട്ട് ചോദിക്കലുണ്ട്. അപ്പൊ പറയും ഓലെന്നെ പറയും. ഇന്നിപ്പോ താത്ത വിളിച്ചിരുന്നു വണ്ടൂരിന്ന്. അപ്പൊ താത്താട് ചോദിച്ചപ്പോ ഓലും ഉണ്ട് പറയണ്, എന്റെ ആങ്ങൾക്ക് കുറെ ദിവസമായി പെണ്ണ് ആലോചിച്ചത് വരെ കിട്ടിയിട്ടില്ല. അപ്പൊ പെണ്ണുങ്ങളെ ഇപ്പൊ പെറ്റുപൊക്കണ മുഴുവൻ പെൺകുട്ടികളാണെന്നാ, പിന്നെ പെൺകുട്ടികളില്ല പറഞ്ഞ മാതിരിയാണ് അല്ലേ. പിന്നെന്താ വിശേഷങ്ങളൊക്കെ? പിന്നെ കുറേ കമന്റുകൾ ഉണ്ട് കേട്ടോ. അതിൽ പരാതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് റിപ്ലൈ തരുന്നില്ല. എനിക്ക് റിപ്ലൈ തരാൻ കഴിയില്ല, അറിയില്ല മക്കളെ. ഞാൻ വീഡിയോസിലൊക്കെയാണ് പറയല് അല്ലേ. ഇന്നൊന്ന് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ എന്താ ലൈക്കും കൂടി നിങ്ങൾക്ക് നമ്മൾ ലൈക്ക് ഇടുമല്ലോ കമന്റിന്, അതും കൂടി ചെയ്യണില്ല. അപ്പൊ എന്താ കഴിയണില്ല, എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയണില്ല. അപ്പൊ അതും കൂടി ചെയ്യായിട്ടേ എന്താ എല്ലാരും പറയണുണ്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടപ്പോ എന്താ ഞാന് റിപ്ലൈ തന്നില്ല അറിയണ്ട. ഞാൻ മറക്കാണ് കേട്ടോ. മറക്ക പറഞ്ഞാല് ആദ്യം തന്നെ വരുന്ന എന്താ വാട്സപ്പ് മെസ്സേജ് നമ്മൾ നോക്കിക്കാണ്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ പുതിയത് വരുന്നു, പഴയതൊക്കെ താഴേക്ക് ഇറങ്ങി പോകൂലേ. അപ്പൊ അറിയില്ല. അപ്പൊ ഒന്നും കൂടി ഒന്നും മെസ്സേജ് ഇട്ടാ മതി. അപ്പൊ അറിയായിട്ടാട്ടോ. നമ്മള് ഒരാളെയും നമ്മള് മിസ് ചെയ്യൂല. എല്ലാരോടും ഭയങ്കര കാര്യമൊക്കെയാണ് കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണ്. പിന്നെന്താ, പിന്നെ വേറെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, വിളിച്ചിട്ട് എടുത്തില്ല പറഞ്ഞുകൊണ്ട്. നമ്മളെ ഖദീജ തന്നെ വിളിക്കാല്ലേ. അവരൊരു യൂട്യൂബറാട്ടോ. അവര് വിളിച്ചിരുന്നു തോന്നുന്നു. വിളിക്കുമ്പോ എടുക്കാത്ത ഒന്നാമത് ഞങ്ങളോട് പറയേണ്ട ഈ ഒരൊറ്റ ഫോണാണ് നല്ല ഉള്ളത്. അപ്പൊ അത് കാക്കു പള്ളിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴോ മഞ്ചേരി പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിളിക്കുമ്പോ കാക്കു എടുക്കൂല അറിയണ. ഒന്നാമത് കാക്കൂനെ അറിയാം. ഞാൻ പറയുമ്പോ കാക്കു അറിയും, അടുത്തൂടേനും അറിയുമ്പോ ഇങ്ങനെ അടിച്ച് കട്ടാകല്ലേ അറിയുമ്പോ എന്നോട് അറിയും. അത് സ്ത്രീകളായിരിക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ എടുക്കുമ്പോ അത് വേണ്ട വെച്ചിട്ടാണ്. ഇവിടെ വരുമ്പോ ഈ അടിച്ചോളും കരുതിട്ട്. അപ്പൊ പറയും, ചിലപ്പോ കാക്കു കയറി വരുമ്പോ മനുഷ്യന്മാരല്ലേ മറന്നു പോകും. ചിലപ്പോ പറയും കാക്കു വിളിച്ചിരുന്നു പറയാം. അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കലുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അധികം വർത്താനം പറയാനൊന്നും വയ്യ കേട്ടോ. പിന്നെന്താ, ലൈലാനെ പറ്റി കണ്ടും ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ഇതെന്താ പറയാ, നിങ്ങളും ലൈലാനെ പറ്റി വീഡിയോ ഇട്ടോ, ഞാൻ എന്താ ഇടാത്ത കരുതി നിൽക്കേന്. പൊന്നാര മക്കളെ, ഞാൻ ആവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തമ്പനെ കൊടുത്തത് ഞങ്ങളോട് പറയുന്നുണ്ട് കാണാൻ വേണ്ടി തന്നെയാണ്. കാണാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെ കോള് വരല്ലേ, ഒരു ഒഴിവില്ലാതെ കോള് വരുമ്പോ നമുക്ക് ഒരു ഇടങ്ങാറല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഒന്നും കണ്ടോട്ടെ, എനിക്ക് അവരെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളത് കണ്ടോട്ടെ എന്ന് കരുതി. അവർക്കോടും പ്രത്യേകിച്ച് ഞാൻ പറയണട്ടോ, ഒരു പാരഗ്രാഫ് എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിലും കൂടി എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയണില്ല. എന്താ വെച്ചാല് ദേഷ്യം ഒന്നല്ല പറയണ കേട്ടോ, ഞാൻ ഇഷ്ടം കൊണ്ട് തന്നെയാണ് പറയണത്. അവരോടും കൂടി ഇല്ല മറുപടിയാണ്. അവര് ലൈലാത്താനെ പറ്റി ഞാൻ വ്യക്തമായി പറയണുണ്ടെങ്കിൽ അത് സത്യമായ വാക്കുകളായിരിക്കും. കാരണം നിങ്ങൾ പറയണത് ശരിയാണ്, ഞാനും ലൈലാത്തയും നല്ല ബന്ധമുണ്ട്, നല്ല സ്നേഹബന്ധമുണ്ട്. ഫോൺ വിളിക്കലുണ്ട്, വരലുണ്ട്, പോക്കൊക്കെ ഉണ്ട്. പിന്നെ ലൈലാത്താനെ പറ്റി ഞാൻ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈലാത്ത നേർക്ക് എനിക്ക് പറഞ്ഞു തരണം. അല്ലാന്നുണ്ടെങ്കിൽ ലൈലാത്താൻ്റെ കാക്കു എന്നോട് കാര്യം പറയണം.
അപ്പോഴേ ഞാൻ എൻ്റെ യൂട്യൂബിൽ അതിൻ്റെ കറക്റ്റ് ഞാൻ പറയുള്ളൂ. അല്ലാതെ അവിടുന്ന് മറ്റേ യൂട്യൂബർമാർ ചെയ്യണത് തമ്മനെടുത്ത് ചെയ്യുക, അവർ പറയണ അതുപോലെ പറയുക, പിന്നെ കമൻറ്റുകൾ കണ്ട് അതിനെപ്പറ്റി സംസാരിക്കുക, അതൊന്നും എനിക്ക് കഴിയില്ല കേട്ടോ. കഴിയില്ല പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ട്. അപ്പോൾ അനാവശ്യമായിക്കാണ്ട് ഒരിക്കലും ഞാൻ ലൈലാനെ പറ്റി വീഡിയോ ചെയ്യൂല. അവർ പറയുകയാണെങ്കിൽ ചെയ്യും പറഞ്ഞാൽ എനിക്കറിയണ കാര്യങ്ങൾ എനിക്കറിയണ ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാന്നല്ലാതെ അനാവശ്യമായിക്കാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഓലോടില്ല മറുപടി കേട്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളോട് ഞാൻ നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായ വാക്കുകളായിരിക്കും. ലൈലാത്ത അല്ലെങ്കിൽ ലൈലാത്താനെ കാക്കോ അല്ലെങ്കിൽ ലൈലാത്ത നേരിട്ട് നിങ്ങളോട് എൻ്റെ ചാനലിലൂടെ പറയണോ അങ്ങനെ കാര്യങ്ങളായിരിക്കും. അല്ലാതെ ഒരിക്കലും ഞാൻ അവിടുന്ന് ഇവിടുന്നും കേട്ട് പറയില്ല കേട്ടോ. പറഞ്ഞതിനെ പറയല് താത്ത അറിയും. എന്താ ഓർമ്മല്ല മക്കളെ, തലക്കടിട്ടിയ പോലെ. പ്രഷറൊക്കെ കുറഞ്ഞിട്ടേ വിയർത്ത് ഇങ്ങനെ ഒരു ആകെ എന്തൊക്കെയാ തലക്കൊരു മരവിപ്പും മന്ദപ്പൊക്കെ, വല്ലാത്തൊരു മനസ്സിന് വിഷമങ്ങളും ടെൻഷനും. മനുഷ്യന്മാരല്ലേ, പല ടെൻഷനും ഉണ്ടാവും. ഒന്നാമത് നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് ആൾ ചോദിച്ചിരുന്നു കേട്ടോ, വീടിൻ്റെ കാര്യം എന്തായി ഒന്നും ആയിട്ടില്ല. അപ്പം ഇന്നലൊക്കെ ആയിട്ട് ഒരു കച്ചവടം വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ദുആ ചെയ്യോണ്ടിട്ടോ. വീട് എനിക്ക് വേണ്ട മക്കളെ, എന്നാലും വേണ്ടില്ല, വിറ്റ് പോയിക്കോട്ടെ. എന്നാൽ ബാങ്കുകാർ മൊത്തം കൊണ്ടുപോകില്ലല്ലോ. അപ്പം നമ്മളെ ഇതൊക്കെ റിസൾട്ടൊക്കെ അറിയാലോ തുടങ്ങിയല്ലേ. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല നമ്മക്കും. എന്തായാലും ഒക്കെ ശരിയാവും. നമ്മളിനിപ്പോൾ അവരിതൊന്നും രാഷ്ട്രീയമായിട്ടൊന്നും വീഡിയോയിൽ പറയണില്ല. എന്തൊക്കെയോ ഒരു മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. വിജയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു. ഭയങ്കര മനസ്സിന് എനിക്ക് ആൾക്ക് ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പിന്നെന്താ, ഉമ്മ അവിടെ ഉണ്ട്, ഉമ്മ പോയിട്ടില്ല. എല്ലാവരും ചോദിച്ചിരുന്നു ഉമ്മ ഉണ്ടോ, ഉമ്മ പോയിട്ടില്ല. അമ്മ എന്നും മുകലും മറിയലൊക്കെ തന്നെയാണ്. അപ്പം നമ്മളെ ഋതു അവിടെ ഉണ്ട്. അപ്പോൾ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, പിന്നെ കമൻറ്റ് ഇടുകോണ്ടി. സ്കിപ്പ് അടിച്ചാതെ കാണോണ്ടിട്ടോ മക്കളെ. എന്താ വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് നേർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഡോളറൊന്നും കയറൂല നമുക്ക്. അപ്പം അതൊക്കെ നേർക്ക് അറിയുന്നുണ്ട്. ദയവ് ചെയ്ത് അന്ന് സ്കിപ്പ് അടിച്ചാതെ എല്ലാവരും കാണിട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരും. ഒന്നും ആയിട്ടില്ല, എപ്പോഴും പൂജ്യത്തുമ്മൽ തന്നെയാണ് നിൽക്കണത്. ഏന്തി പിടിച്ചുണ്ട് ഞാനും കാക്കും. എത്തുന്നില്ലൊരു പ്രതീക്ഷയാണ്. എല്ലാവരും ഓരോ പ്രതീക്ഷയിലല്ലേ ജീവിക്കണല്ലേ. ഇന്ന് നന്നാവും നാളെ നന്നാവുമെന്ന് എന്തെങ്കിലുമൊക്കെ ആവുന്നില്ലൊരു പ്രതീക്ഷയില്ല. അപ്പം ഒരു വീടിൻ്റെ കാര്യത്തിൽ 2 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുന്നില്ലൊരു പ്രതീക്ഷയിലാണ്. വിറ്റ് പോവുകയാണെങ്കിൽ ഇപ്പം ഇക്കോട്ടെ മക്കളെ. അല്ലാതെ ഇനിയിപ്പോൾ ആരോടാ നമുക്ക് പറയാല്ലേ. പോയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തവക്കൽത്തും അല്ലാഹ്ക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹ് എന്തെങ്കിലുമൊക്കെ കണ്ടെക്കും. അപ്പം അസ്സലാമു അലൈക്കും.